Allahu 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 Allah. Assalamu alaikum wa rahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിലെ 45-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സഹുവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിൽ ഇടയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് സഹുവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന മസ്അലകൾ, അതിൽ നിന്നൊരു മസ്അലയാണ് ഈ ക്ലിപ്പിൽ ഉൾപ്പെടുത്തുന്നത്. സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെ മസ്അലയും ഈ ക്ലിപ്പിൽ തന്നെ ഉണ്ടാവാം. ആദ്യത്തെ മസ്അല, അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കുന്ന ഒരാൾ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അവസാനത്തെ അത്തഹിയ്യാത്തിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് അയാൾക്കൊരു സംശയം വരികയാണ്, 4 ആണോ അതോ 5 റക്അത്താണോ നിസ്കരിച്ചത് എന്നാണ് സംശയം. എന്നാൽ അയാള് സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. കാരണം കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ഉപേക്ഷിച്ചോ എന്നതിൽ സംശയമുണ്ടായാൽ സുജൂദ് ചെയ്യണം. വിരോധിക്കപ്പെട്ട ഒരു കാര്യം പ്രവർത്തിച്ചോ എന്നതിലാണ് സംശയം എങ്കിൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ്. അതുകൊണ്ട് ആ സംശയം അപ്പോൾ നീങ്ങിയാൽ അയാൾ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഒരാളിൽ നിന്ന് സുജൂദ് ചെയ്യേണ്ടതായ ഒരു കാര്യം ഉണ്ടായാൽ, സുജൂദ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട എന്തോ ഒരു സംഭവം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സംഭവിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് സംശയമാണ്, അയാൾ സുജൂദ് സഹുവിന് വേണ്ടി സുജൂദ് ചെയ്തോ ഇല്ലേ എന്ന സംശയം. അല്ലെങ്കിൽ 2 സുജൂദാണോ ചെയ്തത്, 1 സുജൂദാണോ ഇപ്പൊ ഞാൻ ചെയ്തത് എന്നതിൽ സംശയം. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ രൂപത്തിൽ അഥവാ സഹുവിന്റെ സുജൂദ് ചെയ്തോ ഇല്ലേ എന്ന സംശയമുള്ള ആ ഘട്ടത്തിൽ അയാൾ ഉടനെ 2 സഹുവിന്റെ സുജൂദ് ചെയ്യണം. 1 സുജൂദാണോ 2 സുജൂദാണോ ചെയ്തത് എന്ന സംശയമുള്ള ഘട്ടത്തിൽ അയാള് 1 സുജൂദ് കൂടി ചെയ്യണം. കാരണം സംശയമുള്ള കാര്യം ഇല്ലാത്തത് പോലെയാണ് എന്നാണ് ഖാഇദ. അവ സംശയിക്കപ്പെടുന്ന കാര്യം ഇല്ലാത്തത് പോലെ ആയതുകൊണ്ട് ഇവിടെ അയാൾ 1 സുജൂദ് കൂടി ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഒരു ഫർള് നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും അല്ലാത്ത മസ്അലകളായതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, കാരണം അതിന്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് വീണ്ടും കേൾക്കാൻ പറ്റും എന്നതുകൊണ്ട്. ഒരു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് നിയ്യത്തും തക്ബീറത്തും അല്ലാത്ത ഒരു ഫർള് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഓർമ്മയായി. നിയ്യത്തല്ല, തക്ബീറത്തുൽ ഇഹ്റാമല്ല, പക്ഷെ വേറെ ഒരു ഫർള് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അയാൾക്ക് ഓർമ്മയായി.
എന്നാൽ സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് അങ്ങനെ ഓർമ്മയായത് എങ്കിൽ ഏത് ഫറലാണോ ഒഴിവാക്കിയിട്ടുള്ളത് ആ ഫറലിലേക്ക് അയാൾ മടങ്ങണം, അയാൾ അത് ചെയ്യണം. അതിന്റെ ശേഷമുള്ളതും ചെയ്യണം. അപ്പോഴാണ് തർത്തീബ് ലഭിക്കുക. എന്നാൽ ശേഷമുള്ളതും ചെയ്യണം, ആ ഫറല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അതുപോലെയുള്ള ഒരു ഫറല് അടുത്ത റക്അത്തിൽ നിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത റക്അത്തിൽ നിന്ന്, അപ്പൊ കഴിഞ്ഞ റക്അത്തിൽ നിന്ന് ഒരു ഫറല് ഒഴിവാക്കുകയും അടുത്ത റക്അത്തിൽ ആ ഫറല് പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ അടുത്ത റക്അത്തിൽ നിന്ന് അവൻ ചെയ്ത ആ ഫറല് നേരത്തെ റക്അത്തിൽ നിന്നും ഒഴിവാക്കിയ ഫറലിന്റെ സ്ഥാനത്ത് നിൽക്കും. അതിന്റെ ഇടയിലുള്ളതൊക്കെ വെറുതെയാവുകയും ചെയ്യും. അപ്പൊ അവന് സഹുവിന്റെ സുജൂദ് ചെയ്യുകയും വേണം. ഇത് ഇമാമോ മുൻഫരിദ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ ആണെങ്കിലാണ് ഈ പറഞ്ഞതൊക്കെ. ഒരു മഅ്മൂമായ മനുഷ്യനാണ് എങ്കിൽ അവന് ഓർമ്മയായി കഴിഞ്ഞ റക്അത്തിൽ നിന്ന് ഒരു ഫർള് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഓർമ്മയായാൽ അയാള് അതിലേക്ക് മടങ്ങാൻ പാടില്ല. അയാൾ ഇമാമിനോട് യോജിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെ ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കണം. എന്നാൽ അവിടെ സഹുവിന്റെ സുജൂദിന്റെ ആവശ്യം ഇല്ല. കാരണം ഇമാമ് അയാളുടെ ആ സംശയം വഹിക്കുന്നതാണ്. തുടർച്ചയുടെ സമയത്താണ് ഈ സംശയം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ ഒന്നാമത്തെ മസ്അലയിൽ പറഞ്ഞത് അവസാനത്തെ തഹിയ്യത്തിൽ നിസ്കരിച്ചത് 4 ആണോ 5 ആണോ എന്ന് സംശയം വന്നു. അങ്ങനെ സംശയം വന്നാൽ സുജൂദ് ആവശ്യമില്ല സഹുവിന്റെ എന്നാണ് പറഞ്ഞത്. 4 ആണോ എന്ന് സംശയം വന്നാൽ, അല്ലെങ്കിൽ 5 ആണോ എന്ന് സംശയം വന്നാൽ ആ ഇരുത്തത്തിൽ തന്നെ അയാളുടെ സംശയം നീങ്ങിപ്പോവുകയും ചെയ്താൽ അവിടെ പിന്നെ സുജൂദിന്റെ ആവശ്യമില്ല എന്നാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇനി മറ്റൊന്ന്, ഒരാളിൽ നിന്ന് സുജൂദിന്റെ സഹുവിന്റെ സുജൂദ് ഉണ്ടാവേണ്ടതായ ഒരു കാര്യം സംഭവിച്ചു, പക്ഷെ സുജൂദ് ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ആ സംശയം വരുമ്പോൾ ചെയ്ത സുജൂദ് 2 ആണോ 1 ആണോ എന്ന് സംശയമാണെങ്കിൽ ഒരു സുജൂദ് അയാൾ ചെയ്യണം. കാരണം സംശയിക്കപ്പെടുന്ന ഒരു വസ്തു ഇല്ലാത്തത് പോലെയാണ് എന്നാണ് ഒന്നാമതായി നാം പറഞ്ഞത്. ഇനി ഇത് വീണ്ടും കേട്ടു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധവശാൽ വരുന്ന തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. വിജയികളിൽ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട ഭാര്യ, മക്കൾ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, അവരൊക്കെയും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്ത് ആഫിയത്തോടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.